എ കോൺസെപ്റ്റ് എ ഡേ സീരീസ് ഡേ 5. ഇന്നത്തെ കോൺസെപ്റ്റ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ പറ്റിയിട്ടാണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 3 sides ആർ ഈക്വൽ. എല്ലാ സൈഡ്സിൻ്റെയും മെഷർ ഈക്വൽ ആയിരിക്കും. ഓക്കെ, സച്ച് എ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് സം ഓഫ് ദ സൈഡ്സ് ആയിരിക്കും. അതായത് a + a + a 3a. അതേപോലെ ഏരിയയുടെ ഫോർമുല √3a²/4. ഹൈറ്റ് എന്ന് പറയുമ്പോൾ √3a/2. ഇനി ഇത് തന്നെ ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് തിയറം ഇക്വലാറ്ററൽ വിയനീസ് തിയറം എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് കൺസിഡർ ചെയ്യുക. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന പോയിൻ്റ് പി ആണ്. ആ പിയിൽ നിന്നും 3 സൈഡിലേക്കും പെർപെൻഡിക്കുലേഴ്സ് വരച്ചു. എ ബി സി ആണ് അതിൻ്റെ മെഷേഴ്സ്, ഡിസ്റ്റൻസസ് ഓഫ് പെർപെൻഡിക്കുലേഴ്സ് ടു ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ഫ്രം ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് പി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സം ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം ദ സെയിം പോയിൻ്റ് ആണ്. അതായത് h = a + b + c. ഇനി സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ എക്സ് എന്നാണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അത് 2/√3 × a + b + c. ഏരിയ 1/√3 × a + b + c the whole square. ഓക്കെ, ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നോക്കാം. എക്സാമ്പിൾ നോക്കാം. Consider an equilateral triangle with perpendicular sides a = 2 cm, b = 3 cm, c = 4 cm to its sides from an interior point. Find its height and area. അപ്പോൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ഈ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ഡിസ്റ്റൻസുകൾ. h = a + b + c ചെയ്യുക. വാല്യൂസ് തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 + 3 + 4 = 9 cm. അതുപോലെ അടുത്തത് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. 1/√3 × a + b + c the whole square. അപ്പോൾ 1/√3 × ഈ 9 ഹോൾ സ്ക്വയർ = അപ്പോൾ നമ്മളതിന് 9 × 9/√3 എന്ന് എഴുതി. 9 എന്ന് പറയുന്നത് 3 × 3 ആണ്. അതായത് 3 എന്ന് പറയുമ്പോൾ √3 × √3. സോ 9 × 3√3 that is equal to 27√3 cm². ഇനി ഇവിടെ സൈഡും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 2/√3 × a + b + c എന്നുള്ള ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. താങ്ക് യു.